കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു സംസ്ഥാനമാണ് മുംബൈ മേഖല, വിദർഭ മേഖല, നാഗ്പൂർ മേഖലയടക്കം കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി. കോൺഗ്രസ് മുഖ്യമന്ത്രിയായി നാനാ പട്ടോളയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരുടെ കാരണം NCPക്ക് താരതമ്യേന ശക്തി കുറവാണ്. പാർട്ടി വളർന്ന് ശിവസേനയ്ക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഒറ്റകക്ഷിയായി കോൺഗ്രസ് വരും. ഒറ്റയ്ക്ക് പാലക്കാട് വീണ്ടും ടെസ്റ്റ് 963 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് സി കൃഷ്ണകുമാർ എത്തിയിരിക്കുന്നു. പാലക്കാട് ടെസ്റ്റുകൾ മാറി മറിയുകയാണ്. അല്ലെങ്കിൽ എങ്ങോട്ട്, പാലക്കാട് എങ്ങോട്ട് എന്നുള്ള ചോദ്യം വീണ്ടും ഉന്നയിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 963 വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ 4ാമത്തെ റൗണ്ട് എണ്ണിത്തീരുന്ന ഘട്ടത്തിലാണ് സി കൃഷ്ണകുമാർ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 3 റൗണ്ടുകൾ 3ാമത്തെ റൗണ്ടിൽ മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെയാണ് 1446 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം 1ാമത് എത്തിയത്. വീണ്ടും ഇപ്പോൾ പാലക്കാട് BJPയുടെ മുന്നേറ്റം വന്നിരിക്കുന്നു. 963 വോട്ട്. BJP കേന്ദ്രത്തിന് ആത്മവിശ്വാസം പകരുന്ന മുന്നേറ്റമല്ല ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 4 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ 4000 മേൽ ലീഡ് പ്രതീക്ഷിച്ച BJPക്ക് 963 ലീഡ് 1000 കടക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും BJPക്ക് വലിയ പ്രതീക്ഷ വേണ്ട. പക്ഷേ തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ്. 1+1 2 രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് എന്തു സംഭവിക്കാം. ഇപ്പോഴും BJPക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഈ നഗരമേഖലകളിൽ BJPയെ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ തരംഗം ഉണ്ടായിട്ടില്ലെങ്കിൽ ഗ്രാമമേഖലയിൽ, പഞ്ചായത്ത് മേഖലയിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ BJPക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അത്തരത്തിൽ പക്ഷേ സരിന് എത്രത്തോളം വോട്ട് പിടിക്കാൻ കഴിയും? പിരായി പഞ്ചായത്തിലടക്കം വലിയൊരു ഭൂരിപക്ഷം, 6000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്.